ഹായ് കൂട്ടുകാരെ വരി ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് കൊണ്ട് വളമാക്കിയത് അവസാനം തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കി എന്താ കറുപ്പ്, ഇതാ നോക്ക്, ഇതാണ് നമ്മളെ പവർഫുൾ വളം. ഇതൊക്കെ അടുക്കള വേസ്റ്റും മുറ്റടിച്ച് വാരിയതും കരിയിലയും ഒക്കെ ചേർത്തിട്ട് എന്താ അടിപൊളി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് വിളവെടുപ്പുമല്ല, കൃഷിയുമല്ല, പൂക്കളെ കാണിക്കുന്ന ഒന്നുമല്ല കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെയാണല്ലോ വരിക. ഞാൻ കൃഷി എടുക്കുന്നത് കാണിക്കും, വിളവെടുപ്പ് കാണിക്കും, പൂക്കളെ കാണിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ ചെടിക്ക് എന്ത് വളമാണ് ഇടുന്നത് എന്നുള്ളത്. ഞാൻ ഒരു പൈസ മുടക്കിയിട്ട് വളം വാങ്ങാറില്ല, ഞാൻ തന്നെ ഉണ്ടാക്കല വളം. ഞാൻ ഉണ്ടാക്കുന്ന എവിടുന്നാന്ന് അറിഞ്ഞാൽ നിങ്ങളും അതുപോലെ ഉണ്ടാക്കും. കാരണം നിങ്ങളെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുള്ളതുപോലെ നിങ്ങളെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നാണ് ഞാൻ വളം ഉണ്ടാക്കുന്നത് തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ അടുക്കളയിൽ സ്ഥിരമായിട്ട് 3 തരം വേസ്റ്റ് ഉണ്ടാവും അടുക്കളയിൽ. അപ്പം ഏതൊക്കെ വേസ്റ്റ് കൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തിനാണ് നിങ്ങളിങ്ങനെ പ്ലാസ്റ്റിക് കാണിക്കുന്നത് ചോദിക്കൂലേ. അടുക്കളയിലെ വേസ്റ്റ് പറയുമ്പോൾ ഞാൻ എല്ലാം പറയണമല്ലോ. അപ്പോൾ അടുക്കളയിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ മാസം ഹരിതകർമ്മസേന വരും പഞ്ചായത്തിൽ നിന്ന്. 50 രൂപ കൊടുത്താൽ കൊണ്ടുപോകും. അത് ചെറിയ പ്ലാസ്റ്റിക് കേട്ടോ. ഇനി വലിയ പ്ലാസ്റ്റിക് ഇല്ലേ, അത് നമ്മൾ വളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. വലിയ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 5 കിലോ അരി പൊടി വാങ്ങിയത്, അങ്ങനെയുള്ള കുറച്ച് വലുപ്പമുള്ള കവറൊക്കെ കിലോ കണക്കിനൊക്കെ വാങ്ങുന്നത് വളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതിൽ കൃഷി ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ അത് ചെയ്യാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. കൂടുതലും ഞാൻ കൃഷി ചെയ്യുന്നത് ഞാൻ പോട്ട് വാങ്ങിയിട്ടൊന്നും അല്ല, സിമെൻറ്റ് ചാക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന കവറുകളിലൊക്കെ കേട്ടോ. ബാക്കിയുള്ളത് ഹരിത വർക്കുണ്ടോ. ഇനി അടുത്ത വേസ്റ്റ് അടുക്കളത്ത് കാണിച്ചു തരാം. അടുത്ത വേസ്റ്റാണ് ഫുഡ് വേസ്റ്റ്. ഈ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കൂ എന്താണ് ഫുഡ്, ഇത് അടിച്ചു വെക്കാം, എന്താണ് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കളയുന്നതായിരിക്കും അല്ലേ. എന്നാൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അത്രമാത്രം കളയുന്നൊന്നുമല്ല. ചിലപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് ബാക്കി സൈഡ് വരുന്ന അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ കറിയൊക്കെ. ആ ഫുഡ് വേസ്റ്റ് ഞാൻ സ്വർണം പോലെ ആക്കി മാറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാൻ എവിടെയാണ് ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയിടുന്നത്, ആ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്ന വീട്. ഇതിടുന്നത്, ഈ വേസ്റ്റ് ഇടുന്നത് ഭക്ഷണത്തിന് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ആട്ടോ, അല്ലാതെ നമ്മൾ മുറിച്ചിട്ടതിൻ്റെ വേസ്റ്റ്. ഇതാണ് ഫുഡ് വേസ്റ്റ്. എൻ്റെ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് നമ്മൾ അലക്ഷ്യമായിട്ടൊന്ന് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രയാസം എന്തെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇതങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് സ്മെല്ല് വരും, ചീത്ത സ്മെല്ല് വരും. ആ ഭാഗത്ത് നമുക്ക് മടുക്കാൻ കഴിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ എലി, പെരിച്ചായി, പാമ്പ്, നായ, പട്ടി അങ്ങനെ എല്ലാം വന്ന് കോളാക്കി കളയും. പെരിച്ചായും എലിയും വന്നാൽ തോട്ടം മുഴുവൻ നമുക്കൊരു കൃഷി എടുത്തിട്ട് കാര്യമല്ല. അപ്പം നമുക്ക് ഇത് നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളമാക്കി മാറ്റിയെടുക്കുക. ഇത് തന്നെ നമുക്ക് നല്ല പവർഫുൾ വളമാക്കി കിട്ടും. അതെങ്ങനെയാണെന്നറിയോ, എൻ്റെത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് ഇതാണ് ആ സംഭവം. ഇത് പൈപ്പ് ഇത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ വലിപ്പാക്കിയതാണ്. കാരണം അധികം കുനിയാനാവില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇവിടെ വലിയൊരു വട്ടത്തിൽ റിങ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ കേട്ടോ. ഞാൻ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തതാണ്. ഇതാ റിങ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സിമെൻറ്റ് കൊണ്ട് വാർത്ത റിങ്. ആ റിങ്ങിൽ മേലെ ചെറിയൊരു പൈപ്പ് ഇത്ര വരെ, അതിൻ്റെ മേലെ ഞാൻ വലുത് ഫിറ്റാക്കിയതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു അടപ്പ് ഞാൻ ഇട്ടതാണ്, സ്മെല്ലൊന്ന് വരാണ്ടെക്കാൻ വേണ്ടി. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് ഇടും. എൻ്റെ ഫുഡ് വേസ്റ്റ് ഇങ്ങനെ അങ്ങ് തട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് മൂടി വെക്കും. ഇതാണ് എൻ്റെ ഫുഡ് വേസ്റ്റ് ഞാൻ കൊണ്ടുപോയി തട്ടുന്ന സ്ഥലം. ഇത് ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ഇതങ്ങ് നിറയും. ഇതങ്ങ് നിറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ നിറയുന്നത്. നമ്മൾ അറിയുന്നത്, നമ്മൾ ഇടുമ്പോൾ പിന്നെ അതിൽ വീഴൂര, അപ്പോൾ നിറഞ്ഞ് വരും. ആ നിറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കി, കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് വളമായി മാറിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ എല്ലാം ഇട്ടത് എന്നാൽ കറുപ്പ് വളമായി മാറിയിട്ടുണ്ടാവും. കുറച്ച് ലൂസാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്തിടാന്നറിയോ, ചകിരിച്ചോറില്ലേ, ചകിരിച്ചോറിൻ്റെ ഒരു കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അങ്ങനെ തരി പോലായും ചെയ്യും. നല്ല
ഒരു വളമായി മാറി ചെയ്തിട്ടുണ്ടാവും. ആ വളം എടുത്തിട്ട് നമ്മൾ കോരി ഇങ്ങോട്ട് എടുക്കുക, മൊത്തം അങ്ങോട്ട് കോരി എടുക്കുക. കോരി എടുത്തിട്ട് നമുക്ക് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. തെങ്ങിന്, കവുങ്ങിന്, പച്ചക്കറിക്ക് എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഞാൻ സ്വർണ്ണാക്കുമെന്ന് പറഞ്ഞില്ല, ആ വളം മതി. പിന്നെ വീണ്ടും നമുക്ക് കോരിയെടുത്ത് കഴിഞ്ഞാൽ ഈ പൈപ്പ് തന്നെ അവിടെ ഫിറ്റാക്കിയിട്ട് വീണ്ടും നമുക്ക് ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയിടാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരിസരം വൃത്തി, നമുക്ക് വളം കിട്ടി, നമുക്ക് പൈസ കൊടുക്കാണ്ട് നമുക്ക് നല്ല വളം കിട്ടുന്നത്. പരിസരം വൃത്തിയായാൽ തന്നെ നമുക്കൊരു സന്തോഷം കാണുമ്പോൾ, നമുക്കൊരു ആരോഗ്യ മാനസികാരോഗ്യമാണ് ആകുമ്പോൾ ശാരീരികമായിട്ട് ആരോഗ്യം ഉണ്ടാവും. ഇനി അടുത്തത് എൻ്റെ മുറിച്ചിടുന്ന വേസ്റ്റ് പച്ചക്കറിൻ്റെ, അത് ഞാൻ കാണിച്ചാൽ ഇവിടെ ചെയ്യുന്നു. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതെന്താ അറിയോ? ഇത് ദിവസേന കിട്ടുന്ന നമ്മളെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ അല്ലേ, അതും പഴത്തോട്, മുട്ട തോട് എല്ലാം ഞാൻ ഈ കുപ്പിയിലാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കും. ആ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ആ ഹോൾസിലൂടെ എങ്ങനെ ലയിച്ച് താഴോട്ട് പോകും. കണ്ടോ എൻ്റെ ഇതൊക്കെ ഉഷാറായിട്ടുണ്ടായത്. ഇതൊക്കെ പോയ ചെടിയാണ് രണ്ടാമത് ആളായി വരിക. കണ്ടോ തളിരൊക്കെ ഉണ്ടായത്, കഴിച്ചത്. അങ്ങനെ ഇത് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേസ്റ്റ് കുഴി ഇല്ല എങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓരോ ചെടീൻ്റെ മരട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി കിട്ടാത്ത ഉണ്ടാവില്ലല്ലോ, വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവും, റോട്ടുമേലെ ഉണ്ടാവും. അതെടുത്ത് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഇട്ട് നിറച്ചാൽ മതി കേട്ടോ. എന്നാലും അടിപൊളിയായിട്ടുണ്ടാവും. അടുത്തത് എൻ്റെ പച്ചക്കറി മുറിച്ചിട്ട് ആ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം ചെത്തി കഴിഞ്ഞ ഫ്രൂട്ട്സിൻ്റെത്, പച്ചക്കറീൻ്റെത്, ഇതൊക്കെ എൻ്റെ പൊന്നാങ്കണ്ണീൻ്റെതൊക്കെ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുളപ്പിക്കുക. കുറേ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് വളാക്കി മാറ്റാൻ വിചാരിച്ച്. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇതാ ഒരു ചാക്ക്, ഈ ചാക്കിൽ ഞാൻ ദിവസേന ഇട്ടിട്ടിട്ടിട്ട് ഇത്ര ആയതാട്ടോ. ഈ ചാക്കിലേക്ക് ഞാൻ ഇത് കൊണ്ടുപോയി അങ്ങ് തട്ടും. ഇങ്ങനെ അങ്ങോട്ട് വീണ്ടും എല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ അടിച്ചു വാരിയിട്ട് എല്ലാം കിട്ടൂലേ, അതും ഇതാ കണ്ടില്ലേ, അടിച്ചു വാരിയിട്ട് എൻ്റെ പൂക്കളാണ് എനിക്ക് കൂടുതൽ അടിച്ചു വാരാണ്ടാവുക. ഞാൻ ഇന്നലെ കൊണ്ടുപോയി കുറച്ച് പഴത്തോട് ഇതിൽ പെട്ടിട്ടുണ്ട്, ഇതിലുണ്ട്. ഇതൊക്കെ ഞാൻ ദിവസേന ഇടുന്നതാട്ടോ. അതുകൊണ്ട് ഒരു മാസമൊക്കെ ആവും ഇതെന്ന് അറിയണമെങ്കിൽ. ഇതിലിട്ട് കഴിഞ്ഞ് നമ്മൾ ദിവസേന കൊണ്ടുപോയിട്ട് ഇങ്ങനെ തട്ടുക. ആ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതിൻ്റെ മേലെ നമ്മൾ എന്തിടണം എന്നറിയോ? എന്താ കുറച്ച് മണ്ണിടുക. മണ്ണിങ്ങനെ കുറച്ചിട്ട്, അത് കുറേ ഒന്നും ഇടണ്ട, ഒരു നുള്ളിട്ടാൽ മതി. ഈ മണ്ണിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ആ ജീവികൾ നമ്മൾ കൊണ്ടുപോയിട്ട വളം ഇതൊക്കെ അല്ലേ, വേസ്റ്റൊക്കെ അല്ലേ, അത് പെട്ടെന്ന് വളമാക്കി മാറ്റിക്കോളും. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ചിട്ടാൽ മതി. എന്നോട് കുറേ പേര് പറയുന്നുണ്ട് ഇതിൽ പുഴു വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോരുത്തർ പിന്നെ ചോദിക്കുന്നുണ്ട് എന്നോട്. എന്താ പല സംശയങ്ങളും എനിക്ക് വരുന്നുണ്ട്. ഹോൾസ് ഇടണ്ടേന്ന്. ഹോൾസും ഇടണം, പിന്നെ വെയിൽ കൊള്ളാൻ പറ്റുമോ മഴ കൊള്ളാൻ പറ്റുമോ? എൻ്റെ രണ്ടും കൊള്ളുന്നുണ്ട് കേട്ടോ. വെയിലും കൊള്ളുന്നുണ്ട്, മഴയും കൊള്ളുന്നു. ഈ അടുത്തിട്ടല്ലോ ഒരു നുള്ളു മണ്ണിട്ടല്ലോ. പിന്നെ നമുക്ക് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചാണകവെള്ളം കലക്കി ഒഴിച്ചാൽ മതി. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം കുറേ ഒന്നും ഒഴിക്കണ്ട, കുറച്ചൊഴിച്ചാൽ മതി. അങ്ങനെ കുറച്ചൊഴിച്ചിട്ട് മണ്ണ് ഒഴിച്ച് എന്നിട്ട് ഇങ്ങനെ ഇതാ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ പേര് ഭയങ്കര ഒരു സംശയം ചോദിക്കുക എന്നോട്. ഇതാ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കെട്ടി വെക്കും. ഇങ്ങനെ കെട്ടി വെച്ച് അധികം മുറുക്കിയൊന്നും കെട്ടൂല, കുറച്ച് ലൂസാക്കി അത് കെട്ടി വെച്ച് നാളെ എനിക്ക് വീണ്ടും തുറക്കണമല്ലോ. ഇത് ഞങ്ങളെ സൗകര്യത്തിന് ചാക്ക് ഇങ്ങോട്ടേക്ക് പിടിച്ച് കൊണ്ടുവന്നതാട്ടോ, ഞാൻ മുറ്റത്തേക്ക് പറയാനുള്ള സൗകര്യത്തിന്. പിന്നെ പിന്നെ ദിവസേന ഞാൻ പറഞ്ഞല്ലോ, ഇതിലും ഞാൻ പറയുന്നു ഫുഡ് വേസ്റ്റ് തൊടിക്കാൻ പറ്റൂല, എണ്ണ തൊടിക്കാൻ പറ്റൂല. എണ്ണയോ ഫുഡ് വേസ്റ്റിൻ്റെ എന്തെങ്കിലും ഇതിൽ പെട്ടുപോയാൽ നമ്മളറിയില്ല. നമ്മൾ കൊണ്ടുപോയി വേസ്റ്റ് ഇടുന്നത് നോക്കി നിൽക്കുക, അപ്പുറത്തുനിന്ന് മാളത്തുനിന്ന് എലിയും പെരിച്ചായും ഒക്കെ. നമ്മളങ്ങ് പോന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് മാന്തി കീറി ഫുൾ വലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടാം ദിവസം നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പോകുമ്പോഴായിരിക്കും നമ്മളിത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ആ സങ്കടത്തിനൊന്നും നിൽക്കണ്ട. അതിന് ആദ്യം തന്നെ ചെയ്യുക. എന്താണെന്നറിയോ? ഫുഡ് വേസ്റ്റും എണ്ണൻ്റെ ഒന്നും
ഇതിലിടരുത്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പി ചില്ലും ഇടരുത്. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കരിയിലൊക്കെ ഇടാം കേട്ടോ. കരിയില, പിന്നെ പുല്ല് പറിച്ചത്, വെണ്ണീര് എല്ലാം ഇതിലിടാം. അങ്ങനെ അത് നിറഞ്ഞ് കെട്ടി അങ്ങ് വെച്ചാൽ 3 മാസം കൊണ്ട് ഇത് നല്ല കറുപ്പ് കളറുള്ള കരിയില കമ്പോസ്റ്റ് എന്ന് പറയാം. കരിയില നിറച്ചിട്ടു ഞാൻ. ആ വേസ്റ്റ് കൊണ്ട് അതെടുത്തിട്ടാണ് ഞാൻ ഈ ചെടിക്കെല്ലാം ഇടുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇടയ്ക്ക് ഒഴിക്കണമെന്ന് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സംശയത്തിന് മറുപടിയാട്ടോ, അന്നത്തേൻ്റെ മറുപടിയാണ്. അപ്പോൾ ഈ കെട്ട് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കണോ? പിന്നെ ഒരു ചോദ്യം വന്നാൽ എന്താ അറിയോ, എൻ്റെ 3 മാസമായിട്ടും എൻ്റെ കരിയിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ആയില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് കുറച്ച് മണ്ണിടേണ്ടിയിരുന്നു. ഇതിൽ കണ്ടമാന കരിയിലിടും കേട്ടോ. കരിയില എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചെടിക്ക് വേണ്ടിയിട്ട് വെച്ചതാ. ഇതൊക്കെ കരിയിലയാ. കരിയില ഇട്ടിട്ട് വേഗം നിറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. കാരണം എനിക്ക് ദിവസം ഇടാണ്ടല്ലോ. ഞാൻ അടിച്ചു വാരിയതും പുല്ലും വെണ്ണീരും അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയി കെട്ടി കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചാൽ നമുക്ക് അടിപൊളി വളം കിട്ടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാത്തിനും ഇടുന്നത്. ഇനി ഞാൻ അടുത്തത് വളം, ലിക്വിഡായിട്ടുള്ള വളം ഉണ്ടാക്കുന്നത് എങ്ങനെയുള്ളതും കാണിച്ചു തരാം കേട്ടോ. നവീൻ, ഞാൻ ചാക്കിൽ ഇങ്ങനെ കുറേ വേസ്റ്റ് കൊണ്ടുപോയി വളമാവുമെന്ന് ഞങ്ങളെ പറഞ്ഞു തന്നില്ല നിങ്ങളോട്. അപ്പം നേരിട്ടില്ല, കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഇട്ടിട്ടിട്ട് നിറഞ്ഞിട്ട് അവസാനം വളമായത് നോക്ക്, വളമായി മാറിയത് ഞങ്ങൾ കാണിച്ചു തരാം. നിറഞ്ഞു നോക്ക്. ഇതിൽ കുറേ വിത്തൊക്കെ ഉണ്ടാവും, അന്ന് നോക്കണ്ട, ഒക്കെ മുളച്ച് വരും. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് കേട്ടോ. ഇതിൽ ധാരാളം വിത്തുണ്ടാവും. അത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ മുളച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ കിട്ടും. വെണ്ട, പച്ചമുളക്, ക്യാബേജ് അല്ല, പിന്നെ വെണ്ട, ഇതിലെന്തെന്നാ ഇതുണ്ടോ? അല്ല, ഇതാണ് ആ വളം. നോക്ക്, ഇങ്ങനെയുള്ള വളം കിട്ടി. ഇതങ്ങ് കൊണ്ടുപോയിട്ട് അത് പവർഫുൾ വളമായത്. അപ്പോൾ ഇതിൽ ധാരാളം വിത്ത് നശിക്കൂല. ധാരാളം വിത്തുണ്ടാവും. വെണ്ട, പച്ചമുളക്, പയറ്, വെള്ളരി, കയ്പ, മത്തനൊക്കെ മുളച്ച് വരും. എന്നിട്ട് നമുക്ക് ആരോഗ്യമുള്ള തയ്യായിരിക്കും കേട്ടോ. അത് പിരിച്ച് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി. അതും നമുക്ക് ലാഭിക്കാം. നഴ്സറി പോകേണ്ട തൈക്ക് അങ്ങനെ ലാഭിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടോ, ഒരു കരിയിലൊക്കെ അല്ല, പിന്നെ വേസ്റ്റ്, അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ട കരിയിൽ എല്ലാം ഇടും. എല്ലാം പുല്ലും ഒക്കെ ഇട്ടാൽ തന്നെ അത് കണ്ടോ. ഞാൻ മഴയത്തും വെയിലത്തും ഒക്കെ കൊള്ളു കേട്ടോ. അത് എൻ്റേത് അത്ര ഇത് നിറഞ്ഞിട്ട് ഇനി കെട്ടാൻ കഴിയൂല. അതാ ഇതെന്താണെന്നറിയാം, നമ്മളെ മുറ്റത്തൊക്കെ പുല്ല് മുളക്കൂലേ, നമ്മൾ പുല്ലിങ്ങനെ നിറച്ച് മുളച്ചാൽ അത് പറിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് വളം ഉണ്ടാക്കാം. അതെങ്ങനെയെന്നറിയോ, പുല്ലെല്ലാം പറിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റിലിട്ട് വെള്ളം മൂടാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട്, ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഒരു വെല്ലം ഇട്ട് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ വരി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയത് ഈ കളറിങ് വന്നു. ചാണകവെള്ളം തന്നെ. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഇതിനെ ചണ്ടി എടുത്തിട്ട് നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല സ്മെല്ലല്ല, ചീത്ത സ്മെല്ല്. അടുത്തുള്ളവരാർക്കും നിൽക്കാൻ കഴിയൂല. എന്നാലെന്താ, നല്ല വളരെ ധാരാളം നൈട്രജൻ ഉണ്ട്. നൈട്രജൻ എന്തിനാണ് നിങ്ങൾ വിചാരിക്കും? നൈട്രജനാണ് ഇലകൾക്ക് നല്ല പച്ച കളർ കൊടുക്കാൻ സഹായിക്കുന്നത്, വളർച്ച കൂട്ടുന്നത്, പെട്ടെന്ന് പൂവിടാനും കായ ഉണ്ടാവാനും, പിന്നെ ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാൻ, പിന്നെ ലിക്വിഡുമാണ്, വേഗം പിടിച്ചേരിക്കും. അപ്പോൾ ഈ വളം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. അത്രക്കും സൂപ്പർ വളമെന്ന് വിചാരിച്ചിട്ട് ഇത് അപ്പാട് കൊണ്ടുപോയിട്ട് പാട്ടയിൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ചെടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത് ഒരു പാട്ട എടുക്കുകയാണെങ്കിൽ, ഒരു പാട്ട ഈ ദ്രാവക എടുക്കുകയാണെങ്കിൽ 10 പാട്ട വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ച് ഡയലൂട്ട് ചെയ്തിട്ടേ ഒഴിക്കാവൂ കേട്ടോ. അത് പറയാൻ വിട്ടുപോയാൽ അങ്ങനെ ആക്രാന്തം പിടിച്ച് അങ്ങനെ ഒഴിച്ചാലേ കരിഞ്ഞു പോവും. അതുകൊണ്ട് പറഞ്ഞു തന്നതാ. ഞാൻ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി എൻ്റെ പച്ചക്കറി കാണിച്ചു തരാം. ഇതൊക്കെ പിന്നെ ഞാൻ അങ്ങനെ അത്ര ഒഴിച്ചോളണമെന്നൊന്നുമില്ല. അതല്ലാണ്ട് തന്നെ ഉണ്ടാകുന്നതാ. ഇതെൻ്റെ പൊന്നാങ്കണ്ണി പറഞ്ഞത് തെറ്റിപ്പോവും. കണ്ടോ, എൻ്റെ തക്കാളിയൊക്കെ പടുത്തുണ്ടായതാ. കണ്ടോ കായ്ക്കുന്നത്. പിന്നെ ഇത് നിത്യവഴുതിന, തക്കാളിയൊക്കെ ഇന്ന് കെട്ടിക്കൊടുത്തുക ചാഞ്ഞിട്ട്. അന്നത്തെ പെട്ടിൻ്റെ തക്കാളി അതിട്ടോ ഉണ്ടാകുന്നത്. പെട്ടി കിട്ടിയിട്ട് തക്കാളിപ്പെട്ടിയിൽ തക്കാളി നടുകയെന്ന് അറിഞ്ഞില്ലേ. പിന്നെ എൻ്റെ ചീരയൊക്കെ ഉണ്ടായത്. ഞാൻ ക്യാബേജ് കാണിച്ചു തരാം. ഇത് അങ്ങനെ നട്ടിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടോ സ്പീഡിൽ വളർന്ന്. ഇനി വേറെ കാണിച്ചു തരാം. എൻ്റെ ക്യാബേജ് നോക്കി, ഇതെല്ലാം വലുതാകുന്നുണ്ട്. ക്യാബേജ് പിന്നെ ഒരേ പ്രായക്കാരല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് വളർന്നില്ലല്ലോ, നാവുന്നേ ഉള്ളൂ. കണ്ടോ
അങ്ങനെ നമുക്ക് അടുക്കള വേസ്റ്റും പരിസരത്തുള്ള വേസ്റ്റും കൂടെ നമുക്ക് സ്വർണ്ണാക്കാം. പൈസ കൊടുക്കാതെ നല്ല വളം കിട്ടും. കണ്ട കായ്ച്ച് എൻ്റെ കാബേജൊക്കെ നോക്ക്. എൻ്റെ കാബേജ് വിളവെടുക്കാൻ താമസിച്ച്. ഇതാ പച്ചമുളക് എല്ലാം ഇനി അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല, കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇതിനെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കും. എൻ്റെ വീഡിയോ കണ്ടല്ലോ. അപ്പം ഞാൻ എന്തൊക്കെ വളം ഇടുന്നതെന്നുള്ളത്, എവിടുന്നാണ് എനിക്ക് വളം കിട്ടുന്നതെന്നുള്ളതും വേസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതും വിശദമായിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ. അങ്ങനെ നമുക്ക് അടുക്കള വേസ്റ്റ് കൊണ്ട് ഇഷ്ടം പോലെ വളം ഉണ്ടാക്കിയിട്ട്, പുല്ല് കൊണ്ട് നമുക്ക് ദ്രാവക രൂപത്തിലെ വളം ഉണ്ടാക്കിയിട്ടും നമുക്ക് ചെടികളെല്ലാം പിടിപ്പിക്കാം. പൂക്കൾ പിടിപ്പിക്കാം, പിന്നെ കുറേ പച്ചക്കറി പിടിപ്പിക്കാം, മറ്റേതൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നുള്ളവരും ചെയ്തവരൊക്കെ ആണെങ്കിൽ കമൻറ്റ് പറയണേ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.